ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോണത് ക്രേസി ലവ് മോമോന്റെ എപ്പിസോഡ് 2 ആണ്. അപ്പൊ എപ്പിസോഡിന്റെ തുടക്കം തന്നെ നമ്മുടെ മോമോ ആ ഒച്ച വെക്കണ സ്ഥലത്ത് തുടങ്ങിയാണ് തുടങ്ങണത്. നമ്മുടെ ഫൂ ആണെങ്കിൽ ഇവന്റെ ഒച്ച കേട്ടിട്ട് പറഞ്ഞിരിക്കണ്. എന്നിട്ട് ഫൂ പറയുന്നുണ്ട്, നിന്റെ ഈ ഒച്ച വെച്ചിട്ട് ഞാൻ ചിന്തിക്കണ് എന്തായാലും നിനക്ക് പാട്നയിൽ നല്ല കഴിവുണ്ടാകുമെന്ന്. പക്ഷെ നമ്മുടെ മോമോ ആണെങ്കിൽ അതിനൊന്നും ആൻസർ കൊടുക്കാതെ മോമോ ചോദിക്കണ്ട്, നമ്മളെ തമ്മിൽ എന്തെങ്കിലും ഞാൻ എന്താണ് ഇങ്ങനെ വെക്കണ എങ്ങനെയൊക്കെ ചോദിക്കണ്ട്. അപ്പൊ ഫൂ പറയുന്നുണ്ട്, എടാ പൊട്ടാ നിന്നിട്ട് ആരാട് ഇതൊക്കെ എന്ന് പറഞ്ഞത് നമ്മൾ ഇതൊക്കെ ചെയ്തു എന്നുള്ളത് അങ്ങനെയൊക്കെ ഫൂ ചോദിക്കണ്ട്. പക്ഷെ നമ്മുടെ മോമോ ആണെങ്കിൽ നിർത്താതെ പറയുന്നുണ്ട്, എനിക്ക് ഇത്ര റേറ്റ് തരും. അവൻ അപ്പോഴേ പൈസന്റെ കാര്യമാണ് ചിന്തിച്ചു തുടങ്ങിയത്. അപ്പത്തേക്കും നമ്മുടെ ഫൂ പറയുന്നുണ്ട്, എടാ നീ എന്തൊക്കെയാണോ പറയണത്, നീ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുത്തോ ഇന്നെങ്ങാനും. അതുകൂടാതെ നമ്മുടെ മോമോന്റെ തപ്പിക്കളി കാണുമ്പോഴത്തേക്കും ഇവൻ ചോദിക്കണ്ട്, ഓഹോ അപ്പൊ ഇന്നലെ നടന്ന കാര്യം ഒന്നും അറിയില്ലല്ലേ എന്ന് നമ്മുടെ ഫൂ ചോദിക്കണ്ട്. എന്നിട്ട് പിന്നെ ഇന്നലെ നടന്ന ഫ്ലാഷ് ബാക്ക് ആണ് കാട്ടണത്. നമ്മുടെ മോമോ ആണെങ്കിൽ ഒരു ചെക്കനായിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് ഫ്ലിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ താഴെ ആണെങ്കിൽ ബാക്കിൽ നിന്ന് നോക്കി പഠിപ്പിക്കുന്നുണ്ട്. അപ്പത്തേക്കും നമ്മുടെ മോമോനോടുള്ള ചെറുക്കൻ ചോദിക്കണ്ട്, നിനക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ടാവുന്നു. ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ മോമോ ആണെങ്കിൽ തായ്ക്ക് 2 പോയി കൊടുക്കണ്ട്. എടാ നീ എന്താണ് എന്റെ CCTV വല്ലോണാടാ, പോയി എവിടെയെങ്കിലും ഇരിക്കടാന്നും പറഞ്ഞ് നമ്മുടെ മോമോ ആണെങ്കിൽ തായിനെ പറഞ്ഞവരുണ്ട്. എന്നിട്ട് നമ്മുടെ മോമോ ആണെങ്കിൽ പിന്നെ ആ ചിക്കൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ മോമോ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് വരുമ്പോഴത്തേക്കും ബാക്കിലാണെങ്കിൽ ഫൂ നിൽക്കണ പോലെ പിന്നെയും കാണും. ഇവനാണെങ്കിൽ ഫൂ എന്ന് വിളിക്കുമ്പോഴത്തേക്കും മറ്റേ ചെറുക്കൻ വിചാരിക്കണത് ഇവനെ പ്രാഗിയതാണെന്നുള്ള രീതിക്കായിരുന്നു മറ്റേ ചെക്കൻ വിചാരിച്ചത്. എന്നിട്ട് മറ്റേ ചെക്കനാണെങ്കിൽ അത് കേട്ടപ്പോൾ തന്നെ പോവുകയും ചെയ്യണ്ട അവിടെ നിന്ന്. പിന്നെ അവിടെ നിന്ന് വേറൊരു ചെക്കൻ്റെ കറക്കി വരുമ്പോഴത്തേക്കും പിന്നെ ഫൂവിനെ കാണൂ. അങ്ങനെ 2-3 പ്രാവശ്യം നടക്കുന്നുണ്ട്. കാരണം ഈ ഫൂ വിളിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാവർക്കും ഫക്ക് എന്നുള്ള കേൾക്കണത്. അത് കാരണമാണ് ഇവൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോണത്. എന്നിട്ട് നമ്മുടെ ചെറുക്കനാണെങ്കിൽ വേറൊരു ചെറുക്കനായിട്ട് സംസാരിച്ചും കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ ആ ഒരു ചെറുക്കൻ്റെ ബാക്കിൽ വന്നിട്ട് തട്ടുമ്പോഴത്തേക്കും ആ ചെറുക്കനാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോണ്ടത്. പിന്നീട് ഫൂ ആണെങ്കിൽ ഒറ്റൊരു നോക്കിപ്പിടിപ്പിക്കലാണ്. മോമോ ആണെങ്കിൽ അവിടെ കിടന്ന് കയ്യാങ്കളി കളിക്കണ്ട്, ലൈക്ക് ചിരിച്ചും വരച്ചും എല്ലാം കാട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടി തായ് പറയുന്നുണ്ട്, ആ ശരിക്കുള്ള CCTV വന്നല്ല, ഇനി മോൻ ഓടിക്കോ എന്നുള്ള രീതിക്ക് തായ് പറയണ്ട അവിടെ കിടന്ന്. പിന്നീട് നമ്മുടെ മോമോനായിട്ട് ഫൂ പുറത്തേക്ക് വരുന്നതാണ്. അപ്പൊ നമ്മുടെ മോമോ ആണെങ്കിൽ ഇവനെ കിടന്ന് ചീത്ത പറയുന്നുണ്ട്, നീ എന്തിനാണ് എന്റെ പിന്നാലെ എപ്പോഴും നടക്കണ മറ്റേതാ മറിച്ചാണെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഫൂ പറയുന്നുണ്ട്, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടേ ആക്കാൻ, നീ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിക്ക്. അപ്പൊ മോമോ പറയുന്നുണ്ട്, ഞാൻ കുടിച്ചിട്ടില്ലാന്ന്. അപ്പൊ ഫൂ പറയുന്നുണ്ട്, കുടിച്ചവരെല്ലാം ഇങ്ങനെ പറയണേന്ന് നമ്മുടെ ഫൂ പറയുന്നുണ്ട്. അതുകൂടാതെ ഫൂ ഒരു ഡയലോഗും കൂടി ഇടുന്നുണ്ട്, ലൈക്ക് ഇതേപോലെയാണ് നീ എന്നെ ഇഷ്ടമുണ്ടായിട്ടും ഇഷ്ടമില്ല എന്ന് കള്ളം പറയണെന്ന്. അപ്പൊ മോമ്മൂടത്തേക്കും പറയുന്നുണ്ട്, ആ ഇപ്പൊ ശരിക്കും മനസ്സിലായില്ല ആരെ കുടിച്ചതെന്ന് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫൂ പറയുന്നുണ്ട്, ആ ഞാൻ നിന്റെ ലവില് അങ്ങാട് ലെക്ക് കെട്ടിയിരിക്കണേണെന്ന് നമ്മുടെ ഫൂ പറയുന്നുണ്ട്. പിന്നീട് അങ്ങനെ കുറച്ചു നേരം കണ്ണും നോക്കിയിരിക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ ഒരാൾ ഛർദ്ദിക്കണ കാണുമ്പോഴത്തേക്കും നമ്മുടെ മോമ്മോണ് ഞാൻ ഇല്ല എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് എണീച്ച് പോകുന്നുണ്ട്. അവന്റെ പിന്നാലെ തന്നെ ഫൂവും പോകുന്നുണ്ട്. മോമോയാണെങ്കിൽ കുടിച്ചിട്ട് ഓരോന്നും നോക്കാതെയൊക്കെ നടക്കുമ്പോഴത്തേക്കും ഒരു കാർ അടിക്കാൻ വേണ്ടിയുണ്ട്. അപ്പത്തേക്കും നമ്മുടെ ഫൂ ആണെങ്കിൽ അവനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഫൂ ചോദിക്കുന്നുണ്ട്, നിനക്ക് വല്ലതും പറ്റിയ എന്നുള്ള രീതിക്ക്. അപ്പത്തേക്കും മോമോ ആണെങ്കിൽ ഒരുമാതിരി റൊമാൻറ്റിക് രീതിയിൽ, നിനക്കറിയോ നീ എന്നെ പിടിച്ചപ്പോഴുണ്ടല്ലോ. അപ്പത്തേക്കും നമ്മുടെ ഫൂ പിടിച്ചപ്പോണ്ടല്ലോ. അപ്പത്തേക്കും മോമോ പിടിച്ചപ്പില്ലേ എന്നും പറഞ്ഞിട്ട് അവന്റെ മേത്തേക്ക് ഒറ്റ ഛർദിലായിരുന്നു. ഇവന്റെ ഛർദിൽ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ഫൂ അവിടെ കിടന്ന ഒച്ചയിൽ നമ്മുടെ മുമ്മുന്റെ പേര് വിളിക്കുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് സീൻ കെട്ടായിട്ട് നമ്മുടെ മോമോനായിട്ട് നമ്മുടെ ഫൂവിന്റെ ഹോട്ടലിലോട്ട് വന്നതാണ്. എന്നിട്ട് മൂപ്പരാളാണെങ്കിൽ മോമോനെ എടുത്ത് ബെഡിക്ക് എടുത്തുണ്ട്. എന്നിട്ടാണെങ്കിൽ ആ ഷൂവും അതേപോലെ തന്നെ കോട്ട് വെച്ചിട്ടുണ്ട്. ഷർട്ട് ഊരി തുടങ്ങുമ്പോഴത്തേക്ക് ഇവന് വേറെ ഫീലിംഗ് വരുമ്പോഴത്തേക്ക് ഇവനാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല മറ്റേ മറിച്ചായെന്നും പറഞ്ഞ് അവിടെ കിടന്ന് അവൻ തന്നെ സ്വയം പുലമ്പിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെയുള്ള ഹോട്ടലിലെ സ്റ്റാഫ് ലേഡീസിനെ കൊണ്ടിട്ടായിരുന്നു ഇവന്റെ ഡ്രസ്സ് എല്ലാം മാറ്റിക്കൊണ്ടിരുന്ന വെച്ചാൽ. ബട്ട് ഇവനാണെങ്കിൽ ആ ഒരു സ്റ്റാഫ് ലേഡീസ് നമ്മുടെ മോമോന്റെ ഡ്രസ്സ് മാറ്റുമ്പോഴത്തേക്ക് ഇവനാണെങ്കിൽ അവിടെ കിടന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് മിയ മിയ മോമോ മിയ മിയ മോമോ കിറ്റി 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 ഇങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്കും അയ്യോ അയ്യോ എന്നും പറഞ്ഞ് പിന്നെയും മിയ മിയ മോമോ. അങ്ങനെ കുറച്ച് സീൻസ് ആയിരുന്നു പിന്നെ കട്ട് ചെയ്ത്. എന്നിട്ട് പിന്നെ ആ സ്റ്റാഫ് വന്ന് പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അവരാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ഫൂ ആണെങ്കിൽ ഒരു ഇച്ചിരി ആശ്വാസത്തിൽ നിൽക്കുമ്പോ നമ്മുടെ മോമോ കിടന്ന് കാറിപ്പൊളിക്കാൻ തുടങ്ങി. ലൈക്ക് ഈ തായ്ലൻഡിൽ ഇത്ര ചൂടാ, എന്ത് ചൂടാടാ, മനുഷ്യന്മാര് മരിച്ചു പോകൂല എന്നുള്ള രീതിക്ക് നമ്മുടെ മോമോ അവിടെ കിടന്ന് ഒച്ചെടുത്തിട്ട് അവനാണെങ്കിൽ അവന്റെ ഇട്ടേക്കുന്ന ഡ്രസ്സ് തന്നെ ഊരി തുടങ്ങി. ഇത് കണ്ടിട്ട് ഫൂ ആണെങ്കിൽ അവന്റെ റോൾ ചെയ്ത് ആ ഒരു ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ തന്നെ എന്തോ കുഞ്ഞിപ്പുഴു ഉള്ളതുപോലെയാണ് അവനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ അവിടുന്ന് സീൻ കെട്ടായിട്ട് പ്രസന്റിലോട്ടാ വരുന്നത്. ഇതൊക്കെ നമ്മുടെ ഫൂ മോമോന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതാണല്ലോ. എന്നിട്ട് അവൻ അവിടുന്ന് വാളിച്ച കോമഡി അടിച്ചിട്ട് പിന്നെ നമ്മുടെ ഫൂ ആണെങ്കിൽ ഇമോഷണലി പറയുന്നുണ്ട്, നീ എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാമാണ്, നിന്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ഒരു ലൈനും ക്രോസ് ചെയ്യില്ല എന്നാണ് നമ്മുടെ ഫൂ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മുടെ ചെറുക്കനാണെങ്കിൽ ഒരു കണ്ണടച്ചും പിന്നെ സെയിറ്റ്
ലൈറ്റ് അടിച്ചും ഒരുമാതിരി എന്തൊക്കെ കാട്ടുണ്ടായിരുന്നവന്. പിന്നെ അവിടെ നിന്ന് സീൻ കട്ടായിട്ടാണെങ്കിൽ നമ്മുടെ മോമോന്റെ ഇന്നലെ ഡ്രസ്സെല്ലാം അയക്കായല്ലോ. അപ്പൊ ഇവനാണെങ്കിൽ ഒരു ഡിസൈനർ ഷർട്ട് നമ്മുടെ മോമോക്ക് കൊണ്ടുവന്ന് കൊടുക്കണേണ്. അപ്പൊ നമ്മുടെ മോമോ ആണെങ്കിൽ എനിക്ക് ഈ ഡിസൈനർ ഷർട്ടിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ആ കിറ്റിന്ന് ആ ടീഷർട്ട് പൊക്കി ആ ഒരു ഡിസൈൻ നോക്കുമ്പോഴാണ് ഇപ്പൊ ഒരാൾ പറഞ്ഞതെല്ലാം അങ്ങോട്ട് തിരിച്ചെടുക്കണത്. ലൈക്ക് ആ ഷർട്ടിൽ ഡിസൈനർ ആയിട്ട് കൊടുത്തേക്കണത് ഫൂവിന്റെ മോമോ എന്നാണ് കൊടുത്തേക്കണത്. ഇത് കണ്ടിട്ടാണെങ്കിൽ മോമോ ഫൂവിനെ നോക്കും അതേപോലെ ഷർട്ട് നോക്കും, ഫൂവിനെ നോക്കും അതേപോലെ ഷർട്ട് നോക്കും. ഇങ്ങനത്തെ ഒരു സീനായിരുന്നു. നമ്മുടെ മോമോക്കാണെങ്കിൽ ഇത് കണ്ടിട്ടാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റില്ല. അവരാണെങ്കിൽ വട്ടൻ്റെയൊക്കെ എന്ത് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവിടെ ഇരിക്കണത്. അപ്പത്തേക്കും നമ്മുടെ ഫൂഡത്തേക്കും പറയുന്നുണ്ട് ഞാൻ ഒരു ഷർട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ് ഞാൻ നോർമൽ ആക്കണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെയും വളവളാന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ മോമോ ലൈക്ക് പറയുന്നുണ്ട് നിർത്തിക്കോ, ഇനി തുറന്നാ വായി കട്ടയോ എന്നുള്ള രീതിക്ക് അവനിരുന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പത്തേക്കും പൂവാണെങ്കിൽ പോയി കുളിച്ചിട്ട് വാ എന്നുള്ള രീതിക്കും പറയുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് സീൻ കട്ടായിട്ട് നമ്മുടെ തായി ആണെങ്കിൽ ഫോണിൽ നോക്കണതാണ്. ഫോണില് നമ്മുടെ മോമോ ഗ്രൂപ്പിൽ ഇട്ടേക്കണേണ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ രാത്രി എന്നുള്ള രീതിക്ക്. അപ്പൊ തായി ഓർക്കുന്നുണ്ട് ശരിയല്ല ഇന്നലെ എന്താ സംഭവിച്ച എന്നുള്ള രീതിക്ക് അവന് ഓർക്കണ്ട്. പിന്നീട് അവിടെ നിന്ന് സീൻ കട്ടായിട്ട് നമ്മുടെ തായിയുടെ ഒരു ഫ്ലാഷ് ബാക്കിലോട്ടാ പോണത്. ലൈക്ക് നമ്മുടെ ചെറുക്കനാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അന്ന് നമ്മ കോഫി ഷോപ്പില് ഒരു ചെറുക്കനെ കണ്ടിരിക്കും. ആ ചെറുക്കനാണെങ്കിൽ ഇപ്പൊ ബാറിന്റെ വെയിറ്റർ ആയിട്ട് വന്നേക്കണേണ്. എന്നിട്ട് ആ ചെറുക്കൻ നമ്മുടെ തായിനോട് ചോദിക്കുന്നുണ്ട് ലൈക്ക് ഞാൻ ഉണ്ടാക്കിയ പുതിയ റെസിപ്പി നിനക്ക് ട്രൈ ചെയ്യണോ എന്നുള്ള രീതിക്ക്. നമ്മുടെ തായി ആണെങ്കിൽ ഇവൻ എന്നറിയോ എന്നുള്ള രീതിക്ക് അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് നീ എന്നോടാണോടാ സംസാരിക്കണ എന്നുള്ള രീതിക്ക് ആ ഒരു ചെറുക്കനോട് നമ്മുടെ തായി ചോദിക്കണ്ട്. അപ്പൊ ആ ചെറുക്കൻ പറയുന്നുണ്ട് ഞാനും നീ അല്ലാതെ ഇവിടെ വേറെ വല്ല പ്രേതങ്ങളും ഉണ്ടാ എന്നുള്ള രീതിക്ക് ആ ചെറുക്കൻ ചോദിക്കണ്ട്. എന്നിട്ട് നമ്മളെ ചെറുക്കനാണെങ്കിൽ ഒരു ചിരിച്ചിരിച്ചിട്ട് അവനാണെങ്കിൽ ആ ഒരു ഡ്രിങ്ക് എടുത്ത് കുടിച്ചു നോക്കണ്ട്. എന്നിട്ട് ആ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് ആ ഡ്രിങ്കിനെ കുറിച്ച് കോംപ്ലിമെന്റും ചെയ്യണ്ട് ഇവന്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ തായി ചോദിക്കണ്ട് നീ എന്താ ഇതിൽ ഇട്ടേക്കണ എന്നുള്ള രീതിക്ക്, കാരണം വെച്ചാൽ അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ മറ്റേ ചെറുക്കനാണെങ്കിൽ ഞാൻ കുറച്ച് മെസ്സേജസ് ആണ് ഇട്ടതെന്ന് ആ ചെറുക്കൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ തായി ആണെങ്കിൽ എന്നുള്ള രീതിക്ക് നോക്കിയിട്ട് അപ്പൊ മറ്റേ ചെറുക്കൻ പറയുന്നുണ്ട് തമാശ പറഞ്ഞേന് എന്നുള്ള രീതിക്ക്. അത് കൂടാതെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ചെറുക്കന് കുറച്ച് അധികം ഡ്രിങ്ക്സ് അവൻ ഉണ്ടാക്കി കൊടുക്കണ്ട്. പിന്നെ നമ്മുടെ ഫ്ലാഷ് ബാക്കിൽ നിന്ന് പ്രസന്റ് സീനിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മോമോക്ക് റിപ്ലൈ കൊടുക്കണ്ട് എല്ലാ അടിപൊളിയായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ള രീതിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോമോയും ഫൂയും കൂടി കാറിൽ പോണായിട്ടാണ് കാട്ടണത്. കാറിൽ ഇരുന്നിട്ടാണെങ്കിൽ രണ്ടുപേരും അങ്ങാടും ഇങ്ങാടും നോക്കണ്ട്. പക്ഷെ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നോക്കുമ്പോ മറ്റാള് നോക്കൂല, മറ്റാൾ നോക്കുമ്പോ ഒരാൾ നോക്കൂല, അങ്ങനെയാണ് നോക്കൊണ്ടിരുന്നേച്ചാ. പിന്നെ ഇവരാണെങ്കിൽ എവിടെയും നിർത്തിയിട്ട് നമ്മുടെ ഫൂ മോമോനോട് പറയുന്നുണ്ട് ഈ ഒരു ഡ്രസ്സ് ഇട്ടേന് ടാങ്ക്സ് എന്നുള്ള രീതിക്ക്. ഇപ്പൊ മോമോ പറയുന്നുണ്ട് ഞാൻ ഒരു ബ്ലാങ്കറ്റ് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതറിഞ്ഞ് കവർ ചെയ്യുന്നു. മൂപ്പരാൾ ഉദ്ദേശിച്ചത് മൂപ്പരാളുടെ ഡ്രസ്സ് എന്തായാലും ഇനി കിട്ടില്ലല്ലോ. അപ്പൊ ആ ഒരു രീതിക്കാണ് നമ്മുടെ മോമോ പറഞ്ഞത്. എന്നിട്ട് മോമോ ചോദിക്കുന്നുണ്ട് നമ്മളിതിപ്പോ ടൗണിലെത്തിയില്ലേ, നമ്മൾ ഇതിന് ഇത്രയും ദൂരെ വന്നതെന്നുള്ള രീതിക്ക്. അപ്പൊ ഫൂ പറയുന്നുണ്ട് ഞാൻ ഏതൊരു കടലിന്റെ അക്കരെ പോയാലും എൻ്റെ കൂടെ നീ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ദൂരമായിട്ട് എനിക്ക് തോന്നൂല എന്നുള്ള രീതിക്ക് നമ്മുടെ ഫൂ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മോമോ ആണെങ്കിൽ 2-3 പറഞ്ഞിട്ട് ഈ കണക്ക് പോണേ ഞാൻ നിന്നെ പോലീസിന് പിടിച്ചെടുക്കും എന്നെ കിഡ്നാപ്പ് ചെയ്തെന്നുള്ള രീതിക്ക്. അപ്പൊ നമ്മുടെ ഫൂ ആണെങ്കിൽ നീ എന്നെ പിടിച്ചെടുക്കോ എന്നുള്ള രീതിക്ക് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട് ഞാൻ പിടിച്ചെടുക്കൂന്ന്. അപ്പൊ ഫൂ ആണെങ്കിൽ ഒരുമാതിരി കുഞ്ഞിപ്പിള്ളേരെ പോലെ ഇരുന്നിട്ട് ഫൂ പറയുന്നുണ്ട് എന്നെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്താൽ പോലും എൻ്റെ ബോഡി മാത്രമേ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, എൻ്റെ ഹാർട്ട് എപ്പോഴും നിന്റെ അടുത്തായിരിക്കും എന്നുള്ള രീതിക്ക്. അതുകൂടാതെ അവനാണെങ്കിൽ ഒരു വെർച്വൽ കിസ്സും കൊടുക്കുന്നുണ്ട്. അപ്പം മോമോ ആണെങ്കിൽ എന്തൊക്കെയാടാ നീ കാട്ടണേ എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകണമെന്നും പറയുന്നുണ്ട്. നമ്മുടെ ഫൂ ആണെങ്കിൽ അത് കണ്ടിട്ട് ഇവന് ദേഷ്യം വന്ന് വിചാരിക്കേണ്ടത് ഇവൻ പറയണത് മിക്കവാറും അവന് വിശക്കുണ്ടാവും, അതായിരിക്കും ഇത്ര പെട്ടെന്ന് പുറത്തേക്ക് ഓടിപ്പോയെന്നാണ് അവൻ പറഞ്ഞത്. പിന്നീട് അവിടെ നിന്ന് സിങ്കട്ടായിട്ട് അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാനായിട്ടാണ് കാട്ടണത്. കഴിക്കണേനിടക്ക് നമ്മുടെ ഫൂ പറയുന്നുണ്ട് ഇതെല്ലാം നിനക്കിഷ്ടമുള്ള ഫേവറേറ്റ് ഫുഡാണ്, ഇനി നിനക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നീ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ നിനക്ക് വാങ്ങിച്ചതാന്നുള്ള രീതിക്ക്. അപ്പൊ മോമോ ആണെങ്കിൽ ദേഷ്യമുള്ള കാരണം ഇവൻ പറയുന്നുണ്ട് എനിക്കന്നാ വലിയ കാട്ട ഫ്രൈഡ് ബ്ലൂ വെയിലില്ലേ ആ സാധനത്തിന് വേണമെന്ന് ഇവൻ പറഞ്ഞു. ഇവൻ ലൈക്ക് അവനെ ഊക്കണ രീതിയിലാണ് പറഞ്ഞത്. നമ്മുടെ ഫൂ ഇത് സീരിയസ് ആക്കി എടുത്തിട്ട് ഈ ഒരു മീനിനെ എവിടെ പോയിട്ട് ഹണ്ട് ചെയ്യാ എന്നുള്ള രീതിക്കാണെങ്കിൽ ഇവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണേന്ന്. അപ്പോഴത്തേക്കും മോമോ പറയുന്നുണ്ട് എടാ പൊട്ടാ ഞാൻ വെറുതെ പറഞ്ഞേ എന്നുള്ള രീതിക്ക്. പിന്നീട് ഇവരിയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ മോമോ ഒരെണ്ണം ദേഷ്യത്തിൽ പറയുമ്പോ ഫൂ ആണെങ്കിൽ അതിനെ കളിയാക്കിക്കൊണ്ട് ഒരു പിക്കപ്പ് ലൈൻ ഇടും. ലൈക്ക് ഫൂ ആണെങ്കിൽ ജെന്യുവൻ ആയിട്ടാണ് പറയണത്, ബട്ട് കേൾക്കണവർക്ക് അതൊരുമാതിരി ഊക്കണ മാതിരി തോന്നും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൂ ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് ലൈക്ക് 2 പട്ടികളാണെങ്കിൽ ആ ഒരു ബീച്ചിന്റെ സൈഡിലോട്ട് പോണ കാണുമ്പോഴത്തേക്കും ഫൂ പറയുന്നുണ്ട് ഈവൻ പട്ടികൾക്ക് പോലും ഇണയുണ്ട് എന്നുള്ള രീതിക്ക് നമ്മുടെ മോമോന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട് ലൈക്ക് നിന്റെ ഹാർട്ട് എനിക്ക് എപ്പോഴാ തന്നെ എന്നുള്ള രീതിക്ക്. അപ്പൊ മോമോയാണെങ്കിൽ ദേഷ്യത്തില്
എടാ നീ ഒന്ന് മര്യാദക്കിക്കട, ഒരു നോർമൽ പേഴ്സണിനെ പോലെ ബിഹേവ് ചെയ്യുക അങ്ങനെയുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ ഫൂ ആണെങ്കിൽ ആദ്യം വിഷമം വന്ന രീതിക്ക് കാട്ടിയിട്ട് ഇവനാണെങ്കിൽ പറയുന്നുണ്ട്, ഇനി ഞാൻ നോർമലായിട്ട് ആക്ട് ചെയ്യാത്തതാണ് ഇവനിക്ക് എന്നോട് ഇഷ്ടമല്ലാത്ത, അതുകൊണ്ടാണ് ഇവൻ എന്നെ സ്നേഹിക്കാത്ത എന്നുള്ള രീതിക്ക് ഫൂ പറഞ്ഞിട്ട് ഫൂ മോമോനോട് പറയുന്നുണ്ട്, ലൈക്ക് നമ്മ രണ്ടുപേരും ഒരു റൂമിൽ നിന്ന് സ്റ്റേ ചെയ്യാൻ പോണേണ് രാത്രി. എന്നിട്ട് അവനാണെങ്കിൽ ഈ ഒരു ആക്ഷൻ ഉടനുണ്ട്. ഇത് കണ്ടിട്ട് മോമോ ആണെങ്കിൽ വേറെ ചിന്തിക്കുന്നുണ്ട്. അതുകൂടാതെ ഞാനാണെങ്കിൽ എന്റെ സാധനങ്ങളൊന്നും പാക്ക് ചെയ്തിട്ടില്ല, അതുകൂടാതെ ട്രിപ്പ് വന്നിടുന്നുള്ളതൊന്നും നീ ഒന്നും പറഞ്ഞില്ല എന്ന് ലൈക്ക് മോമോ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ചിരിച്ചിട്ട് ഞാൻ പറ്റിച്ചേണ് എന്നൊന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ അവൻ ചോദിക്കുന്നുണ്ട്, ഇനി ശരിക്കും നിനക്ക് എന്നോട് രാത്രി നിക്കണ എന്നുള്ള രീതിക്ക് ചോദിക്കുമ്പോഴത്തേക്കും മോമോ പറയുന്നുണ്ട് ഇല്ല എന്നുള്ള രീതിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൂവാണെങ്കിൽ ലൈക്ക് വായിലെന്തോ കുടുങ്ങി എന്തൊക്കെ തിന്ന് എന്നുള്ള രീതിക്ക് ഇവൻ കാണിച്ചിട്ട് ഈ ഒരു കാര്യം ലാസ്റ്റ് കാട്ടും. അപ്പത്തേക്കും മോമോ പറയുന്നുണ്ട്, എടാ ഇതൊക്കെ ഓൾഡ് ഫാഷനാ എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവിടുന്ന് സീൻ കെട്ടായിട്ട് നമ്മുടെ തീനെയും അതേപോലെ ജേബിനെയാണ് കാട്ടണത്. നമ്മുടെ ജേബാണെങ്കിൽ അവിടെ ഒറ്റയ്ക്കിരുന്ന് അവന്റെ ഹോംവർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തീ അവന്റെ അടുത്തിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തായാലും ഹോംവർക്ക് ചെയ്യണില്ലേ, അപ്പൊ എന്റെയും ചെയ്തോ കുഞ്ഞിക്കോഴി എന്ന് പറയുന്നുണ്ട്. അപ്പത്തേക്കും ജേബ് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നിന്റെ ഹോംവർക്ക് ചെയ്യൂല, ഞാൻ നിന്റെ ഹോംവർക്ക് ചെയ്യണമെങ്കിൽ നീ എങ്ങനെ എക്സാം എഴുതും എന്നുള്ള രീതിക്ക്. അപ്പൊ തീയാണെങ്കിൽ എക്സാം വേറെ ഹോംവർക്ക് വേറെ, നീ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിക്ക് അവന്റെ ദേഷ്യത്തിൽ നോക്കിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇവനാണെങ്കിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് പോകുമ്പോഴത്തേക്കും അവിടെ മറിഞ്ഞ് വീഴാൻ പോകുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ ജേബ് പറയുന്നുണ്ട്, ഞാൻ എത്ര കാലം ഈ ഒരു രാക്ഷസനെ സഹിക്കണം എന്നുള്ള രീതിക്ക്. പിന്നീട് അവിടെ നിന്ന് സീൻ കെട്ടായിട്ട് ഫൂ നമ്മുടെ മോമോടെ വീട്ടിലാക്കണായിട്ടാണ് കാട്ടണത്. ഇറങ്ങി വന്നിട്ടാണെങ്കിൽ നമ്മുടെ ഫൂ ആണെങ്കിൽ അവിടുന്ന് മോമോന്റെ പാരന്റ്സിനും ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ മോമോക്ക് കൊടുക്കുമ്പോഴത്തേക്കും മോമോ വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഫൂ പറയുന്നുണ്ട്, ഇതൊക്കെ നിന്റെ പാരന്റ്സിന് മനസ്സിലാണ്, നീ കൊണ്ടുപോയിക്കോന്ന്. അപ്പൊ മോമോ പറയുന്നുണ്ട്, ഇവിടെ അവരില്ല, നീ ഈ ഫുഡൊക്കെ നിന്റെ എംപ്ലോയീസിന് കൊണ്ടേ കൊടുത്തോളാന്ന്. അപ്പൊ ഫൂ പറയുന്നുണ്ട്, അത് സാരമില്ല, അത് നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, നീ അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നുള്ള രീതിക്ക്. ഇത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയത് കാരണം വെക്കം ചീത്തായി പോകൂലെന്ന് നമ്മുടെ ഫൂ പറയുന്നുണ്ട്. അപ്പൊ മോമോ ആണെങ്കിൽ ദേഷ്യപ്പെടാൻ തുടങ്ങി. ലൈക്ക് നീയല്ലേ നിന്റെ ലൈൻ ക്രോസ് ചെയ്യൂലെന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിനെക്കാട്ടി ക്രോസ് ചെയ്തിട്ടാണ് നീ വന്നത്. അപ്പൊ ഫൂ ആണെങ്കിൽ അവന്റെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോ മോമോ ആണെങ്കിൽ അവന്റെ കൈ തട്ടി മാറ്റിയിട്ട് പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കണ നിർത്തിക്കോ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നും പറഞ്ഞ് ഇവൻ വീട്ടിലോട്ട് കയറിപ്പോണ്ട്. നമ്മുടെ ഫൂവിനാണെങ്കിൽ എന്തോ പോലെ ആയിട്ട് അവനെ നന്നായിട്ട് വിഷമം വന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് സീൻ കട്ടായിട്ടാണെങ്കിൽ ഇവൻ ഓഫീസിൽ ഇരുന്നിട്ട് ഈ ഒരു കാര്യം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണായിട്ടാണ് കാട്ടണത്. അവിടെ നിന്ന് ഇവന്റെ സെക്രട്ടറി ആണെങ്കിൽ ഓരോന്ന് വന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഫൂ ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാണ്ട് ഇവനാണെങ്കിൽ ആ ഓ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ മോമോ അത് പറഞ്ഞപ്പോ ഫൂവിന് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് സീൻ കെട്ടായിട്ട് ഇവനാണെങ്കിൽ വീട്ടിൽ പോയിട്ടും ബാത്റൂമിൽ കിടന്ന് പട്ടി മോങ്ങണ പോലെ മോങ്ങണായിട്ടാണ് കേട്ടണത്. ആ ഒരു സമയത്ത് മോമോ ജെല്ലി ജെല്ലി എന്നും പറഞ്ഞിട്ടൊരു പാട്ട് വന്നപ്പോഴത്തേക്കും ഇവൻ വെക്ക സ്റ്റക്കായിട്ടാ. എന്നിട്ട് ഇവൻ പറയുന്നുണ്ട്, ഇത് മോമോക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു മിഠായിന്റെ ആഡല്ലേ എന്നുള്ള രീതിക്ക്. അത് കൂടാതെ അവൻ പറയുന്നുണ്ട്, ഇനി എന്റെ പൂർവികർ ഒരു സൈൻ തന്നെയാണെങ്കിലും ലൈക്ക് മോമോനെ ഇഷ്ടപ്പെടുന്നത് ഗിവ് അപ്പ് ചെയ്യരുത് എന്നും പറഞ്ഞിട്ടുള്ള രീതിക്ക്. എന്നിട്ട് ഇവൻ ഒച്ചയിൽ പറയുന്നുണ്ട്, എന്നെ കാണാൻ ഇത് ഹാൻസം ആണ്, എനിക്ക് എന്തോരം കാശുണ്ട്, കാറുണ്ട്, മറ്റേണ്ട് മറിച്ചുണ്ട് എന്നും പറഞ്ഞിട്ട് എന്റെ മോമോ എന്നും പറഞ്ഞിട്ട് ഇവൻ ഒച്ചയെ വിളിക്കുന്നുണ്ട്. പിന്നെ അങ്ങാട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമ്മുടെ തീ ആണെങ്കിൽ അവിടെ തന്നെ ക്ലോസറ്റിൽ ഇരിക്കണായിട്ടാണ് കാട്ടുന്നത്. തീനെ കണ്ടിട്ടുണ്ടെങ്കിൽ തീ എന്നും പറഞ്ഞ് വിളിക്കണ്ടവന്. കൂടാതെ തന്നെ നമ്മുടെ തീനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും മോമോനെ ഗിവ് അപ്പ് ചെയ്യൂല എന്നുള്ള രീതിക്ക്, എന്നെ അക്സെപ്റ്റ് ചെയ്യണവരെ ഞാൻ അവനോട് എന്നെ ഇഷ്ടം പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് നമ്മുടെ തീനോട് ഫൂ പറയുമ്പോഴത്തേക്കും തീ പറയുന്നുണ്ട്, ഞാൻ എത്ര നേരം എന്തോരം പേടിച്ചിരുന്നെന്നറിയോ നിന്റെ ആ മുഖത്ത് ആ ഒരു സങ്കടം കണ്ടിട്ട്, അത് കാരണം കമ്പനി വരാനാ ഞാൻ നിന്റെ കൂടെ നടന്നത്. പക്ഷെ എനിക്കിപ്പ മനസ്സിലായി, മുഖം കണ്ടിട്ട് ആരെയും ജഡ്ജ് ചെയ്യാൻ നിക്കരുത്. അപ്പോഴത്തേക്കും നമ്മുടെ ഫൂ പറയുന്നുണ്ട്, യാ ഞാൻ ബാക്ക് ടു നോർമൽ എന്നും പറഞ്ഞ് ഇവനങ്ങാടോ ഒച്ചെടുക്കാൻ തുടങ്ങുന്നുണ്ട്. ലൈക്ക് ഒരുമാതിരി ഡ്രാക്കോള ചിരിക്കണ മാതിരിയായിരുന്നു ഫൂ ചിരിക്കണ. അതിന്റെ ഇടയിൽ കൂടിയാണെങ്കിൽ നമ്മുടെ തീയും അതേപോലെ തന്നെ ചിരിക്കാൻ തുടങ്ങി. ഇവന്മാര് ചിരിക്കണേന്റെ ഇടയിൽ കൂടി നമ്മുടെ തീയാണെങ്കിൽ ഫൂവിന്റെ അടുത്ത് പറയുന്നുണ്ട്, ആ ഒരു കാശ് തന്നീന് നന്ദി എന്നുള്ള രീതിക്ക്. അപ്പൊ നമ്മുടെ ഫൂവിന്റെ മുഖത്ത് ആ ഒരു ചിരി വെക്കം കഴിഞ്ഞിട്ട് ചോദിക്കണ്ട്, കാശല്ലേ അല്ലേ എന്നുള്ള രീതിക്ക്. പിന്നെ അവിടെ നിന്ന് സീൻ കട്ടായിട്ട് ഫൂവും തീയും കൂടി ഫൂവിന്റെ ഹോട്ടലിലോട്ട് വന്നതായിട്ടാണ് കാട്ടണത്. ഇവന്മാര് വരുമ്പോഴത്തേക്കും നമ്മുടെ ടീ ഫൂവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു 2000 രൂപയും കൂടി തരൂ, ഞാൻ നിനക്ക് പുതിയ ട്രിക്സ് പഠിപ്പിച്ചുതരാം എന്നുള്ള രീതിക്ക്. അപ്പൊ ഫൂ പറയുന്നുണ്ട്, എടാ നീ വല്ല വീഡിയോ ഗെയിംസിൽ അഡിക്റ്റഡ് ആയ എന്നൊന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ തീ പറയുന്നുണ്ട്, അങ്ങനത്തെ സാധനത്തിലൊന്നല്ല, ഞാൻ പുതിയ സാധനങ്ങളാണ് ഇപ്പൊ ട്രൈ ചെയ്യണ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് ഫൂവിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് തൊട്ട് ഒരു ഇന്റേൺ ജോയിൻ ചെയ്യണ്ട് എന്നുള്ള രീതിക്ക്. അപ്പൊ ഫൂ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഇന്റേൺസിനൊന്നും അപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്ക്.
ഇന്റേണിനെ നോക്കുമ്പത്തേക്കും അവനാകെ നെട്ടുണ്ട്. അത് വേറെ ആരുമല്ല, അത് നമ്മുടെ മോമോ തന്നെയാണ്. നമ്മുടെ മോമോ ആണെങ്കിൽ വന്നിട്ട് ഇവനെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. മോമോയാണ് ഇങ്ങനെ ഇന്റേൺ ചെയ്യാൻ വന്നേക്കണേണ് എന്നുള്ള രീതിക്ക്. എന്നിട്ട് ഇവനാണെങ്കിൽ ഒരുമാതിരി ക്രൂരന്റെ ലുക്കിൽ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം നമ്മുടെ ഫൂവിനിട്ട് എന്തോ ഒരു പണി കൊടുക്കാനാ വന്നേക്കണ എന്നുള്ള രീതിക്കാണ്. നമ്മുടെ ഫൂവാണെങ്കിൽ മോമോനെ കണ്ടിട്ട് വെൽക്കം മോമോ എന്നുള്ള രീതിക്ക് അവനും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് കഴിയണ. അപ്പൊ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.